കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ഈശ്വരാധീനം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളും പരിഹാരങ്ങളും. ഈശ്വര എന്ന് വിളിച്ചെങ്കിലേ ഭഗവാൻ വിളിയേക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഉള്ള കാര്യം തന്നെയാണ്. പഴയ കാലത്തൊക്കെ പറയുമ്പം ഇല്ലത്ത് 10 10, കുളത്തിൽ 10 100, ക്ഷേത്രത്തിൽ 10 1000 എന്ന് പറയും. ഇല്ലെന്ന് വെച്ചാൽ വീട്ടിൽ ഇരുന്ന് 10 വിശ്വായി ജപിക്കുക, 10 നാരായണ ജപിക്കുക, 10ന്റെ ഗുണം കിട്ടും. ക്ഷേത്ര കുളത്തിലേക്ക് ആകുമ്പോഴത്തേക്കും കുളി കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കൽപ്പടവിലൊക്കെ ഇരുന്ന് നമ്മൾ ജപിക്കുകയാണെങ്കിൽ 10ന് 100ന്റെ ഫലം കിട്ടും. പക്ഷെ അത് ക്ഷേത്രത്തിൽ ചെന്നിട്ടാണെങ്കിലും ആ 10ന് 1000ന്റെ ഫലമാണ് കിട്ടുന്നത്. പക്ഷെ ഇതിപ്പം പഴയ കാലമൊന്നുമല്ല, ആധുനിക യുഗമാണ്. എല്ലാവർക്കും ജപിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് കലിയുഗമാണിത്. ത്രേതായുഗത്തിലെയും ദ്വാപരയുഗത്തിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. നമുക്ക് കലിയുഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ജപസിദ്ധി ഓരോ ദിവസവും കൂട്ടിക്കൂട്ടി വർദ്ധിപ്പിച്ചാണ് വരേണ്ടത്. രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. രാവിലെയും വൈകിട്ടും പറ്റിയില്ലെങ്കിലും ഒരു നേരമെങ്കിലും സന്ധ്യക്കെങ്കിലും വിളക്ക് കത്തിച്ച് നിത്യം നമ്മൾ ഹരിനാമകീർത്തനും മറ്റ് നാമജപങ്ങളും ഒക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. അവനവന് വരാൻ പോകുന്ന ആപത്തുകളെ ചെറുക്കുന്നതിനായിട്ട്, ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട്, കുടുംബത്തിലെ ആ ഒരു ഒത്തൊരുമ ഊട്ടി ഉറപ്പിക്കുന്നതിനൊക്കെ ആയിട്ട് ഈ പറഞ്ഞ ഈശ്വര വിചാരം കൂടിയേ തീരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറവുകൾ വരുമ്പോഴാണ് ഈശ്വരാധീനം കുറയുന്നത്. ഈശ്വരാധീനം കുറഞ്ഞ ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തിൽ പ്രത്യേകിച്ച് വിഷയമൊന്നും കാണത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം എന്ന് തോന്നത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഒരു തമാശ പറയാനോ ഒരു കോമഡി പറയാനോ അവരവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനോ ഒന്നും തോന്നത്തില്ല. മുഖത്തോടും ഒന്ന് നോക്കിയാൽ കലഹത വരും. അവരവരുടെ കാര്യം നോക്കി ഇപ്പോൾ ആഹാരം കഴിക്കുക, പോവുക, അവരവരുടെ കാര്യം നോക്കുക, അവരവരുടെ ജോലി ചെയ്യുക, അത്രയേ ഉള്ളൂ. വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം കുറഞ്ഞു വരുന്ന അവസ്ഥ ഈശ്വരാധീനം കുറഞ്ഞ ലക്ഷണം. പിന്നെ നമുക്ക് ഈ വീട്ടിൽ സന്ധ്യാസമയത്ത് എന്തെങ്കിലുമൊക്കെ ദുർഗന്ധങ്ങൾ, ചീത്തയായ എന്തെങ്കിലും വസ്തുവിൻ്റെ ആവാം, ചാണകത്തിൻ്റെ ആവാം, എന്തെങ്കിലുമൊക്കെ ഈ അഷ്ടഗന്ധം പോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിരിക്കും പുതയ്ക്കുന്നില്ലായിരിക്കും, പക്ഷെ അവിടെ പുതയ്ക്കുന്ന ശബ്ദം പോലെ നമുക്ക് കേൾക്കാം. അതുപോലെ പ്രതിസന്ധികൾ എല്ലാ മേഖലയിൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും പ്രതിസന്ധികൾ ഉണ്ടാവുക. പ്രത്യേകിച്ച് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആരോ പുറകോട്ടൊന്ന് വലിക്കുന്ന പോലെ ഒരു തോന്നൽ ഉണ്ടാവുക. ചിന്തിക്കുന്ന കാര്യങ്ങൾ പലതും മാറ്റിവെക്കപ്പെടേണ്ട അവസരങ്ങൾ വരിക. ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ ഈശ്വരാധീനം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. നമുക്ക് തൊഴിലിലായാലും വരുന്ന സാമ്പത്തികവും നിൽക്കത്തില്ല. സാമ്പത്തികം വന്നു കഴിഞ്ഞാൽ അധിക ചെലവുകളുണ്ടാകും. പ്രത്യേകിച്ച് നമുക്ക് ദുസ്വഭാവങ്ങളൊന്നും കാണത്തില്ല, നല്ല അധിക ചെലവുകൾ വർദ്ധിച്ചു വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. അയൽക്കാരുമായിട്ടും നമ്മൾ സ്നേഹത്തിരിക്കുന്നവരുമായിട്ടും ഒക്കെ അനാവശ്യമായിട്ട് ഒരു കാര്യത്തിന് കലഹത ഉണ്ടാകുന്ന അവസ്ഥ വരിക. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന എന്തെങ്കിലും ജീവികൾക്ക് നാശം സംഭവിക്കുക. വീട്ടിലുള്ളവർക്കും വീട്ടിൽ വളർത്തുന്ന ജീവികൾക്കും ഒരുപോലെ അസുഖങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ. എല്ലാവർക്കും പ്രത്യേകിച്ച് സമയദോഷമൊന്നുമില്ല എങ്കിലും ഗ്രഹപ്പിഴ പോലെ അനുഭവപ്പെടുക. വണ്ടി എടുത്ത് പുറത്തിറങ്ങിയ ഉടനെ തന്നെ എന്തെങ്കിലും കൂടെ അപകടങ്ങൾ, വണ്ടി ഇടിക്കാൻ വരുന്ന പോലെ തോന്നുക. രാത്രി കിടന്നു കഴിഞ്ഞാൽ ഉറക്കമില്ല, മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥ. സ്നേഹത്തിൽ ഇരുന്ന ഭാര്യയും ഭർത്താവും ആയാലും കലഹത ഉണ്ടാകുന്ന അവസ്ഥ. മദ്യപിക്കാത്ത ഭർത്താക്കന്മാരായാലും ഒരു കാര്യത്തിന് ഈ വഴക്കുണ്ടാക്കുക, മദ്യപിച്ചിട്ട് വരിക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈശ്വരാധീനം കുറയുന്നതിൻ്റെ. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴത്തേക്കും മനസ്സമാധാനം കിട്ടത്തില്ല. ജപിക്കുമ്പം മന്ത്രങ്ങളായാലും അക്ഷരത്തെറ്റുകൾ വരിക. അമ്പലത്തിൽ പോകണമെന്ന് തോന്നത്തില്ല. അമ്പലത്തിൽ പോയി വഴിപാട് നടത്തിക്കൊണ്ടിരുന്ന വഴിപാടുകൾക്ക് മുടക്കങ്ങൾ വരുന്ന അവസരങ്ങളൊക്കെ വരിക. നമുക്ക് അമ്പലത്തിൽ പോകാൻ ഇറങ്ങുന്ന പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ദുർശകനങ്ങൾ കാണുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈശ്വരാധീനം കുറഞ്ഞ ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മളത് കൈകെട്ടിയിരിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് വിഷയം? ചിലർക്കെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ എന്തെങ്കിലും കുടുംബക്ഷേത്രത്തിൽ പോകാത്തൊരു വിഷയമായിരിക്കും. ചിലപ്പം ഈ പറഞ്ഞ ധർമ്മദേവത പ്രീതി കുറവുകൊണ്ടായിരിക്കും. ചിലർക്ക് ഒന്നും കാണത്തില്ല, എവിടെയെങ്കിലും വഴിപാട് മുടങ്ങിയ വിഷയമായിരിക്കും. അങ്ങനെ എന്ത് കാരണമാണോ നമ്മൾ കണ്ടെത്തുന്നതിനകത്ത് അത് കാര്യം. ചിലർക്ക് ശത്രുദോഷമായിരിക്കും. ഇപ്പം എന്തായാലും ഈശ്വരാധീനം കുറഞ്ഞതിൻ്റെ കാരണം നമ്മൾ കണ്ടെത്തണം. അപ്പം അങ്ങനെയൊക്കെ കുറയുമ്പോഴാണ് ചിലർ ദൈവജ്ഞനെ കാണാൻ ചെല്ലും. അപ്പം എന്തു ചെയ്യും? പ്രശ്നം നോക്കി കഴിയുമ്പോഴത്തേക്കും വ്യാഴം മറഞ്ഞു, ആരോടും തടുത്തു, ഈശ്വരാധീനം ഇല്ല എന്നൊക്കെ പറയും. അതിന് വഴിപാട് എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ട് ഞാൻ പറഞ്ഞു വിടും. പിന്നെ വഴിപാട് നടത്തി വന്നതിന് ശേഷം പിന്നെ നോക്കുമ്പോഴാണ് രാശി തെളിയുകയും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ആരും കൈകെട്ടിയിരിക്കാതിരിക്കുക. വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.